ഫ്രണ്ട്സ്, ഹലോ, അമസ്വീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊടുങ്ങല്ലൂർ തന്നെയാണ്. ഇപ്പോൾ നമ്മളിതാ പോർച്ചുഗീസ് ഫോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഇതും ഒരു കായലോരം തന്നെയാണ് കേട്ടോ. കായലോരം നമ്മൾ അന്നിട്ട പോലത്തെ ഒരുപാട് ചീന പോലെയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ കോട്ടയിലുള്ളിലേക്ക് കയറാൻ പോകണ്ട. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 10 രൂപയാണ് പെർ ഹെഡിന്. അപ്പോൾ പിന്നെ ഇവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ മൺഡേ ഹോളിഡേ ആണ്. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ ഭയങ്കര കഥകളുള്ള ഒരു ഇതിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ കഥകൾ എന്താണെന്ന് അറിയാം. ഇത് എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവമാണുള്ളത്. ഒരുപാട് ഭയങ്കര സംഭവങ്ങളുള്ള ഒരു ഇതാട്ടാ. ഇതിലിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ 524 വർഷം പഴക്കമുണ്ട് ഈ കോട്ടയ്ക്ക്. 524 വർഷം പഴക്കമുള്ള കോട്ടയിനത്. പിന്നെ എന്താ പോർച്ചുഗീസുകാരാണ് ഇവിടെ ആദ്യം. പോർച്ചുഗീസുകാർ വന്നിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ പണിത്. പിന്നെ അത് കുറേ ഇതൊക്കെ വർഷങ്ങളായപ്പോൾ ഡച്ചുകാർ വന്നു. പിന്നെ അവരെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടിപ്പു സുൽത്താൻ വന്നിട്ട് ഇതൊക്കെ പൊളിച്ചടക്കിയത്. അങ്ങനെയുള്ള കഥകൾ നമ്മളിവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയ സംഭവം ഉണ്ട്. എല്ലാം നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഥകൾ പറയാനുള്ള പോലത്തെ ഒരു സ്ഥലമാണിത്. വളരെ പുരാതനമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര വേറൊരു വൈബ് അതിൻ്റെ അകത്ത് കയറുമ്പോൾ. അതന്നെ, ഇന്നിപ്പോൾ തിരക്ക് കുറച്ച് കുറവാണ്. വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോൾ കുറേ തിരക്കാവുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനി ഉള്ളിലൊന്നും കയറാതിൻ്റെ അത് കാണാം. അത് ഈ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണ്ട കോട്ടയുടെ ഭാഗങ്ങളിൽ കാണാൻ പോകുന്നത്. പരിക്കേറി വരണം. വരുമ്പോൾ തന്നെയല്ലേ ഇവിടെ ഒരു സ്തൂപം കാണുന്നുണ്ട്. അത് പോർച്ചുഗീസുകാർ പണിതിട്ടുള്ള സ്തൂപമാണ്. ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. അത് അവരുടെ ഇതിലുള്ളൊരു സ്തൂപമാണിത്. അവരിതാ ഇവിടെ എഴുതി ഇട്ടിട്ടുണ്ട്, ബിൽറ്റ് ബൈ ദ പോർച്ചുഗീസ്. ഈ കാണുന്നതൊക്കെ ഒരു ഗുഹ പോലെയാണ് കേട്ടോ. ഇതിലൊക്കെയാണ് അവർ യുദ്ധത്തിൻ്റെ സമയത്തും അങ്ങനെ ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ അവരെ ഗൺ പൗഡറൊക്കെ ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളതൊക്കെയാണ് പറഞ്ഞ് കേട്ട് വരുന്നത്. നമുക്കറിയില്ല, ഇവിടുത്തെ ഗൈഡിനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞ് കേൾക്കുന്നതാണ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ കഥകളെന്നൊക്കെ. എന്തായാലും വലിയൊരു എന്താ പറയുക, ഇവിടെ ഒരുപാട് മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഈ ഒരു മരത്തിൻ്റെ ഹൈറ്റും അതിൻ്റെ ഒരു വണ്ണൊക്കെ കണ്ട രക്ഷയില്ല. ഇനി നമ്മൾ കാണാൻ പോണത് ഒരു ഭയങ്കര സംഭവമാണ്. ഇവിടെ കുഴിച്ചപ്പോൾ കിട്ടിയ ഒരു അസ്ഥി കൂടാണ്. അത് ഒരു പോർച്ചുഗീസുകാരൻ്റെ ആണെന്നുള്ളതാണ് ഒരു നിഗമനം. ഇവിടുത്തെ യുദ്ധത്തിലൊക്കെ മരിച്ചതായിരിക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു അസ്ഥി കൂടാണ് കിട്ടിയത്. അതാണ് ഈ കാണുന്നത്. ഇതിലെന്തോ തൊടയ ഭാഗത്ത് അങ്ങനെയൊക്കെ പൊട്ടിയിട്ട് അങ്ങനെ എന്തോ കാണുന്നൊക്കെ ഉണ്ട്. ഇനിയും ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ അസ്ഥികൾ കണ്ടിട്ട് എടുക്കാണ്ടിരിക്കുന്നത് അങ്ങനെ എന്തൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല, നമുക്കിതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ളൂ. എന്തായാലും ഇതിപ്പോൾ നമുക്കിവിടെ വെച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബോക്സിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കുക. അതിലോളം ഓപ്ഷൻ കൊടുക്കുക. എന്നാലും ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.